സർക്കാർ ആശുപത്രിയിൽ ജോലി നൽകുമെന്ന ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഉറപ്പു നൽകിയതായി വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷീന പറയുന്നു. നീതിക്കായുള്ള പോരാട്ടത്തിനിടെ അവഗണിച്ച് കളിയാക്കിയവർക്കുള്ള മറുപടിയാണിതെന്നും ഹർഷീന പറഞ്ഞു. മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും കണ്ട ശേഷമാണ് ഹർഷീനയുടെ പ്രതികരണം. ആദ്യം തന്നെ പഠിച്ചവന് സ്തുതി. നമ്മൾ ഇത്രയും കാലം 9 വർഷം അനുഭവിച്ച എല്ലാത്തിനും ഇന്ന് ഈ ദിവസം അതിന് നീതി കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. വളരെയധികം സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. നമ്മൾ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടു. അദ്ദേഹം നമ്മളെ കൂടെ ഉണ്ടായിരുന്നു ഇത്രയും കാലം. പ്രതിപക്ഷ നേതാവായിരുന്നു എപ്പോഴും. ഇപ്പം എനിക്ക് ഉറപ്പ് തന്നു. എനിക്ക് അർഹതപ്പെട്ട നഷ്ടപരിഹാരം എത്രയാണെങ്കിലും അത് തീർച്ചയായും നൽകുമെന്നും പിന്നെ ചികിത്സ എത്രയായാലും അദ്ദേഹം നേരിട്ട് അത് നടത്തി തരുമെന്നുള്ള ഉറപ്പ് തന്നിട്ടുണ്ട്. പിന്നെ ആരോഗ്യമന്ത്രിയെ കണ്ടു. അദ്ദേഹം ജോലി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്രയധികം സന്തോഷവും സമാധാനവും ഉണ്ട്. അരുൺ സോളമനാണ് ചേരുന്നത്. അരുൺ, നഷ്ടപരിഹാരം വേണമെന്നൊരു ആവശ്യം ഹർഷീനയ്ക്കുണ്ടായിരുന്നു. ഇപ്പോൾ ജോലി നൽകാമെന്ന ഉറപ്പ് ലഭിച്ചിരിക്കുകയാണ്. നീതി കിട്ടി എന്നതാണോ ഹർഷീന പറയുന്നത്? അവർ അതിൽ തൃപ്തരാണോ? നിലവിൽ വിനീത ആ തലത്തിൽ തന്നെ നമുക്ക് കാണാം. കാരണം ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയെയും ആരോഗ്യവകുപ്പ് മന്ത്രിയെയും നേരിട്ട് കണ്ടു. ആ ഉറപ്പ് അവർക്ക് ലഭിച്ചിരിക്കുകയാണ്. കാരണം ഏറെക്കാലമായിട്ട് നഷ്ടപരിഹാരം സംബന്ധിച്ച് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെ പല തർക്കങ്ങളുണ്ടായിരുന്നു. 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴും അതിൽ കൂടുതൽ ചെലവ് ചികിത്സയുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ആ 2 ലക്ഷം രൂപ ഈ ഹർഷീന സ്വീകരിച്ചിരുന്നില്ല. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ അർഹതപ്പെട്ട ആ നഷ്ടപരിഹാരം നൽകുമെന്നുള്ള ഉറപ്പാണ് ലഭിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു സർക്കാർ ജോലി അവർ ആവശ്യപ്പെട്ടിരുന്നു. ആ ആശുപത്രിയിൽ തന്നെ ജോലി ലഭിക്കുമെന്നുള്ള ഉറപ്പാണ് ഇന്നിപ്പോൾ കെ മുരളീധരൻ ഇന്ന് അവർക്ക് നൽകിയിരിക്കുന്നത്. ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഈ ഓർഡർ ഇന്ന് ഇറങ്ങുമെന്നാണ് അവർക്ക് ഉറപ്പ് ലഭിച്ചിരിക്കുന്നത്. അതിന്റെ സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെ നിരവധിയായിട്ടുള്ള സമര പോരാട്ടങ്ങൾ അവർ നടത്തി. അപ്പോഴൊക്കെയും തന്നെ അവഗണിച്ചു. പലരും ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു സമരമാണെന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്, ആക്ഷേപിച്ചിട്ടുണ്ട്. അവർക്കുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ തനിക്ക് നീതി ലഭിച്ചിരിക്കുന്നു. ഈ സർക്കാരിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. അത് ആ ഉറപ്പ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ തന്നെ പല ആവർത്തി സമര പോരാട്ടങ്ങൾ നടത്തിയപ്പോൾ തന്നെ അവിടെയൊക്കെ വന്ന് വി.ഡി. സതീശൻ ഉറപ്പ് നൽകിയിരുന്നു. അതെന്തായാലും ഇപ്പോൾ മുഖ്യമന്ത്രിയായപ്പോൾ ആ ഉറപ്പ് പാലിച്ചു എന്ന് തന്നെയാണ് ഹർഷീന പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ഒരു 9 കൊല്ലമായിരിക്കുന്നു. 2017 ഈ കേസിന് ആസ്പദമായ സംഭവം നടന്നത്. അന്ന് തന്നെ മെഡിക്കൽ റിപ്പോർട്ടൊക്കെയും ഹർഷീനയ്ക്ക് എതിരായിരുന്നു. ഇത് ഏത് ആശുപത്രിയിൽ വെച്ചാണ് ഈ സംഭവം നടന്നതെന്ന് വ്യക്തതയില്ല എന്നുള്ള റിപ്പോർട്ടാണ് നൽകിയത്. ഒടുവിൽ പോലീസിന്റെ അന്വേഷണത്തിലാണ് ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ സംഭവിച്ച പിഴവാണെന്ന് കണ്ടെത്തുകയായിരുന്നു. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ഡോക്ടറിനെയും അന്നുമായി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നേഴ്സുമാരെയും സസ്പെൻഡ് ചെയ്തിരുന്നു. പക്ഷേ അതിൽ നീതി ലഭിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം അവർ ആവശ്യപ്പെട്ട നഷ്ടപരിഹാരം അവർക്ക് കിട്ടിയിരുന്നില്ല. 2022 ഈ കത്രിക ശസ്ത്രക്രിയ നടത്തി പുറത്തെടുത്തത്. പിന്നീട് വളരെ ദുരിതപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതമാണ് നയിച്ചത്. കോഴിക്കോടായാലും സെക്രട്ടേറിയറ്റ് പരിസരമായാലും നിരവധിയായിട്ടുള്ള സമരങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും കണ്ടിരിക്കുന്നു. ജോലി ഉറപ്പ് നൽകിയിരിക്കുന്നു എന്നാണ് ഹർഷീന പറയുന്നത്. നിലവിൽ അവർ തൃപ്തരാണ് അതിലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.